ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ മുടിയൊക്കെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു വെള്ളമാണ് കേട്ടോ. ഒരു മാജിക്കലായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു വെള്ളമാണിത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം നിങ്ങൾ പല കാര്യങ്ങളും പരീക്ഷിച്ച് നോക്കിയിട്ടും നിങ്ങളുടെ മുടിയിൽ കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല, മുടി വളർച്ച കൂടുന്നില്ല, മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വെള്ളം നിങ്ങൾ തലയിലൊന്ന് തേച്ച് നോക്കുക. നല്ല മാറ്റം തന്നെ ഉണ്ടാവും. അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെള്ളമാണ് ഇത്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, പിന്നെ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കും. പിന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരനും ചൊറിച്ചിലും ഒക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാജിക്കൽ വാട്ടർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മാജിക്കൽ വാട്ടർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കഷ്ണം ഫ്രഷ് ആയിട്ടുള്ള അലോവേര തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുള്ളു പോലെയുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചിലർക്ക് എന്ത് ചെയ്താലും മുടിക്ക് നീളം വെക്കാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഈ ഒരു അലോവേര ഫ്രഷ് ആയിട്ടുള്ള അലോവേര തന്നെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മുടിക്ക് നല്ല നീളമൊക്കെ വയ്ക്കും. അതുപോലെ തന്നെ മുടിയുടെ തിക്നെസ് കൂട്ടാനും സഹായിക്കും. കൊഴിഞ്ഞു പോയ സ്ഥാനത്തൊക്കെ പുതിയ മുടികൾ വളർത്തിയെടുക്കാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നല്ല സ്മൂത്ത് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അലോവേര. അപ്പോൾ അലോവേരയൊക്കെ ഞാനിവിടെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് നിങ്ങളിത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഗ്രാമ്പു ആണ്. ഞാനിപ്പോൾ ഇവിടെ 3 ഗ്രാമ്പു ആണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു നമ്മൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ നല്ലതാണ്. നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും ഗ്രാമ്പു യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. താരനൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. പിന്നെ കൊഴിഞ്ഞു പോയ സ്ഥാനത്തൊക്കെ പുതിയ മുടികൾ വളർത്തിയെടുക്കാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഉലുവയും കൂടെയാണ് ഞാനപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളതെല്ലാം ഒരു ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനുള്ള അളവിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്നിച്ചുണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് നല്ല മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് തരാൻ സഹായിക്കുന്ന തന്നെയാണ്. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു വെള്ളം ഉണ്ടാക്കുമ്പോൾ ഇതിലൊറ്റൊന്നു പോലും മിസ് ചെയ്യരുത്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു 4 ഇൻഗ്രീഡിയൻസും നിങ്ങളും എടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതൊരു 1/2 കപ്പ് വെള്ളം ആവുന്നവരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ചിലർക്കൊന്നും മുടി വളരാനായിട്ട് പാക്ക് യൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് റിസൾട്ടൊന്നും കിട്ടാറുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഇത് വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. പാക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കട്ടിയിലിരിക്കുമ്പോൾ അത്രത്തോളം റിസൾട്ട് കിട്ടിയെന്ന് വരണമെന്നില്ല. അങ്ങനെയുള്ളവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടും. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് കുറച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിതൊരു 10 മിനിറ്റ് നേരത്തേക്കാണ് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പം നന്നായിട്ട് തിളച്ചിട്ട് നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം.
അപ്പം നമ്മുടെ വെള്ളം റെഡി ആയോ എന്ന് അറിയാൻ നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ മാറുന്നത് നോക്കിയാൽ മതി. ഉലുവയുടെയും കറിവേപ്പിൻ്റെയും ഒക്കെ കളറായിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മഞ്ഞ കളറിലേക്ക് നമ്മുടെ വെള്ളം മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം നമുക്കിത് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ വെള്ളം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് നീരിറക്കത്തിൻ്റെ ഒന്നും പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വെള്ളം യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് രാത്രി കിടക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് നിങ്ങൾ ഈ ഒരു വെള്ളം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരുപാട് അളവിൽ ചെയ്ത് കൊടുക്കേണ്ട. നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് നനയുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഒന്നായിട്ട് നമ്മൾ മുടി ഒന്നായിട്ട് നനച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്കാൽപ്പിലേക്ക് ആയി കിട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു അളവിൽ ചെറുതായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു മസാജും കൂടെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് തല കഴുകിയാൽ മതി. അതുപോലെ തന്നെ രാത്രി നിങ്ങളിത് തേച്ച് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും. എന്നിട്ട് പിന്നെ രാവിലെ എണീറ്റിട്ടും നിങ്ങൾക്ക് ഈ ഒരു വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ദിവസത്തിൽ 2 പ്രാവശ്യമൊക്കെ നിങ്ങൾക്കിത് മുടിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കുളിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ടെങ്കിലും നിങ്ങളിത് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ തലയിൽ തേക്കണം എന്നുണ്ടെങ്കിൽ അത് തേക്കുക. അത് തേച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു വെള്ളം തേച്ച് പിടിപ്പിച്ചാൽ മതി. എന്നിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയാം. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്യാം. തുടർച്ചയായിട്ട് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ഈ ഒരു വെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2-3 ദിവസം യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. മുടി കൊഴിച്ചിലൊക്കെ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ മുടി നന്നായിട്ട് നീളം വയ്ക്കാനും പുതിയ മുടികൾ വളർന്നു വരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കും. അപ്പം നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു മാജിക്കലായിട്ടുള്ള ഒരു വെള്ളമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു ഹെയർ കെയർ റൂട്ടീന് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്